പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രധാനമായിട്ട് പറഞ്ഞാൽ, മനുഷ്യൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും ദോഷമായിട്ടുള്ള യാതൊരു വാക്കുകളും പുറപ്പെടരുത്. അങ്ങനെ ജീവിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുമോ എന്ന് നമ്മൾ ഇത് സംശയിക്കുന്നു. സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായ നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് നല്ലതല്ലാത്ത വാക്കുകൾ പുറപ്പെടാൻ ഇടയാകരുത്. ഇത് മനുഷ്യൻ്റെ സ്വയബുദ്ധി കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നാം ജഡത്തെ അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവ മക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യന് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ദൈവരാജ്യത്തെ പ്രവേശിക്കുകയും ഉള്ളൂ എന്നൊരു സത്യവും കൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത നന്മ ആ നിത്യം പ്രായപ്പാൻ വലിയ പ്രയാസമാണ്, സാധിക്കുകയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് വിചാരിച്ച് അറിഞ്ഞ് അനേകരും ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഉപദേഷ്ടാക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഉപദേഷ്ടാക്കന്മാരായി കഴിഞ്ഞിട്ട് അവരുടെ വായിൽ നിന്ന് ദൈവവചനത്തിന് യോഗ്യമല്ലാത്ത ക്രിസ്തുവിൻ്റെ അതിരങ്ങളിൽ പുറപ്പെട്ടതുപോലെ നല്ല വാക്കല്ലാത്തത് ഒന്നും പുറപ്പെട്ടാൽ അവർക്ക് ശിക്ഷാവിധി വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നാവിനെ സമ്പൂർണമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലിഖിതപ്രകാരം നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്നാണ് തിരുവചനം പറയുന്നത്. വീണ്ടും അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ ശക്തിയുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. എന്ന് പറഞ്ഞാൽ ആത്മപൂർണനായ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. നമ്മൾ ആത്മപൂർണനാകാനായിട്ടാണല്ലോ ദൈവത്തോടെ അടുത്ത് ചെല്ലുന്നതും ദൈവവചനം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരു കുതിരയെ അധീനമാക്കുവാൻ അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചാൽ ഓടുന്നതായാലും അതിലെ അമരക്കാരൻ ഏറ്റവും ചെറിയ ഒരു കപ്പിത്താൻ ഏറ്റവും ചെറിയ ഒരു അവയവം കൊണ്ട്, ചുക്കാൻ കൊണ്ട് കപ്പലിനെ തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ്റെ നാവും ചെറിയ ഒരവയവമെങ്കിലും വളരെയധികം വമ്പ് പറയുന്നു. ചെറിയ തീയ് വലിയ കാട് കത്തിക്കുന്നു. നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു അവയവം അനിത രോഗമായി ശരീരത്തെ മുഴുവനും മലിനമാക്കി.
ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ തീ പിടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ അയോഗ്യമായിട്ടുള്ള അശ്രദ്ധയോടുകൂടിയ വാക്ക് കൊണ്ട് മനുഷ്യൻ്റെ ശരീരം മലിനമാകുകയും ജീവചക്രത്തിന് തീ കൊടുക്കുകയും ഉടനെ ഇതിനെ കത്തി കാണുന്ന വിധത്തിൽ അതിനെ ജ്വലിപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് തീ വന്ന് ഇത് ആളിക്കത്തുന്നു. നരകത്തിൽ നിന്ന് ദോഷം പറയുന്ന വാക്കുകൾ കൊണ്ട് ശരീരം മലിനമാകുന്നു, കുടുംബം നശിക്കുന്നു, വ്യക്തികൾ നശിക്കുന്നു, ഒട്ടനേക അനർത്ഥങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നു. അതിനെ ആളിക്കത്തിക്കാൻ നരകത്തിൽ നിന്ന് തീയും വന്ന് ആളിക്കത്തിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പക്ഷി, മൃഗം, ഇഴജാതി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യൻ നിയന്ത്രിക്കപ്പെട്ടുമിരിക്കുന്നു. പക്ഷെ മനുഷ്യൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഓർത്ത് നോക്കുക, ഈ നാവ് ഉപയോഗിച്ച് അത് വളരെയധികം ദോഷമുള്ളത്, അത് സമ്പൂർണമായും വളരെയധികം വിഷം നിറഞ്ഞതാണ് മനുഷ്യൻ നാവ്. ആ നാവ് ഉപയോഗിച്ച് ദൈവവും കർത്താവുമായ സ്വർഗസ്പിതാവിനെ മനുഷ്യൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവർ ശപിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഒക്കും? നമ്മുടെ ഈ സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യൻ്റെ അധരഫലം കൊണ്ട് അവന് ഉദരം നിറയും, നാവിൻ്റെ ഫലം കൊണ്ട് തന്നെ അവന് തൃപ്തി വരും. ജീവനും മരണവും മനുഷ്യൻ്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. പറഞ്ഞാൽ ജീവനിലുള്ള വളർച്ചയും, അത് ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവാനുരൂപമായി തീരുവാൻ, ദൈവാനുരൂപം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാവിനെ ഉപയോഗിച്ച് നമുക്ക് ആത്മാവിൽ വളരാം. നേരെ തിരിച്ച് വാക്കുകളുടെ ദുരുപയോഗം കൊണ്ട് നമുക്ക് പിശാചിനോട് അനുരൂപപ്പെട്ട് നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി തീരാം. നാവ് എന്ന് ഓർക്കുക. അങ്ങനെ ഒരു ദോഷവും പറയാതെ നമ്മൾ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവദൂതന്മാരോട് തുല്യരായി, ദൈവപുത്രന്മാരായി, ദൈവത്തിൻ്റെ തേജസ് ധരിച്ച് ദൈവത്തിനോടുകൂടെ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി, ഒരു നന്മയും കുറവില്ലാത്തവരായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ഇതൊക്കെ സാധിക്കുമോ എന്ന് ആരും സംശയിക്കരുത്. മനുഷ്യൻ മനസ്സ് വെച്ചാൽ ഒരു ദോഷമായ വാക്കുകൾ ഉച്ചരിക്കാതെ നല്ലത് മാത്രം പറഞ്ഞ് ജീവിക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. അതിൻ്റെ നന്മയുടെ ഫലം അനുഭവിക്കാൻ അവന് പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്നൊരു കാര്യം പ്രത്യേകം ഓർക്കുക. തുടർന്നുള്ള വചനങ്ങൾ നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇന്ന് മനുഷ്യൻ ദൈവവചനം സംസാരിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി നേരം ഇരുന്ന് കേൾക്കാനുമുള്ളൊരു മനസ്സ് മനുഷ്യൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയായി അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ദൈവത്തിന് പ്രിയമുള്ളവരായി, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിക്കാൻ ഇടയായി തീരട്ടെ. അതിനെ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.